ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു 4 മണി പലഹാരമാണ്. ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ചേർക്കാനുള്ള എണ്ണ, പഞ്ചസാര, ഉപ്പ്, 2 മുട്ട, ഏലക്കായ. മുട്ടയും ഈ ഏലക്കായും കൂടെ നമുക്കൊന്ന് അടിച്ചുകൊണ്ട് വരാം. നമ്മളിത് മുട്ട അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗോതമ്പ് പൊടി ഈ പാത്രത്തിലോട്ടിടാം. ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്യാം. എന്നിട്ട് ഈ മുട്ട അടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കായ അടിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് ഇതിനകത്ത് ഒഴിക്കാം. ഗോതമ്പ് പൊടി കുഴച്ച് ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ചെറിയ ബോളാക്കാം. ചെറിയ ബോളാക്കിയിട്ട് ഇതിൻ്റെ നടുക്കൂടെ ഒരു കിഴുത്ത കൊടുക്കണം. നമ്മൾ ഉഴുന്നോടെ ഉണ്ടാക്കുന്ന പോലെ നമ്മൾ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ കത്തിച്ച് അടപ്പാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുന്നുണ്ട്. ഇത് നമ്മൾ ഓരോന്നും ബോളാക്കിയിട്ട് നമ്മൾ പരത്തി അതിൻ്റെ നടുക്കൊരു കിഴുത്തായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്കിതിനകത്തോട്ട് ഈ പരത്തി വെച്ചിരിക്കുന്ന ബോളിടാം. നമുക്ക് ഈ പഞ്ചസാരയൊന്ന് തിളപ്പിച്ചെടുക്കാം. പഞ്ചസാരയൊന്ന് ലായനിയാക്കി നമുക്ക് എടുക്കാം. അതിനകത്ത് നമുക്ക് ഈ പഞ്ചസാര ഇടാം. മറിച്ചിടാം. പഞ്ചസാര ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് അടുപ്പ വെച്ചിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഈ പഞ്ചസാര ലായനിക്കകത്തോട്ട് ഇടാം. പഞ്ചാര ലായനിക്കകത്തോട്ട് നമ്മളിത് ഇങ്ങനെ ഇടണം. ഇട്ടിട്ട് നല്ലപോലെ പഞ്ചാര ഇങ്ങനെ പിടിപ്പിക്കണം. ഇങ്ങനെ പഞ്ചാര ലായനിക്കകത്തിട്ട് വേണേലും പിടിപ്പിക്കാം. അല്ലാതെ നമ്മൾ പഞ്ചാര ഇട്ട് ഇളക്കി വേണേലും നമുക്ക് ഇത് ഉണ്ടാക്കാം. 4 മണി പലഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. രണ്ട് മുട്ടയും ഗോതമ്പ് പൊടിയും ഉണ്ടെങ്കിൽ നമുക്ക് 4 മണി പലഹാരം റെഡി. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാം. എല്ലാവരും ഉണ്ടാക്കണം, എല്ലാവരും കാണണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. വീണ്ടും പറയുവാണ്, ഞങ്ങളെ സപ്പോർട്ട് ചെയ്തെങ്കിലേ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അതുകൊണ്ട് സബ്സ്ക്രൈബ് എല്ലാവരും ചെയ്യണം. ചുമന്ന ബട്ടണല്ല അമർത്തണം. അത് പറയുക. ഞങ്ങൾ നാളെ വേറൊരു ഐറ്റമായിട്ട് വരുന്നതായിരിക്കും. ബായ്.